നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത ജനസാന്ദ്രത കൂടുതലാണ്, വാഹനപ്പെരുപ്പം അതും കൂടുതലാണ്. അതുകൊണ്ട് ഗതാഗതക്കുരുക്കൊരു പ്രധാന പ്രശ്നമാണ്. ഹൈവേകൾ നമ്മുടെ സംസ്ഥാനത്ത് മറ്റിടങ്ങൾ പോലെ നല്ല വീതിയോടുകൂടി ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഭൂമി ഏറ്റെടുക്കലും മറ്റു പല പ്രശ്നങ്ങളും. NH-66 എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ 5600 കോടി രൂപ മുടക്കിക്കൊണ്ട് ഇത് യാഥാർത്ഥ്യമാക്കാൻ ഇടപെടുന്നു. രണ്ട് കൈ നീട്ടിയാണ് മലയാളികളാകെ ഈ വാർത്തയെ സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ ഇതാ കൊല്ലം ചെങ്കോട്ട ദേശീയപാത, ഗ്രീൻഫീൽഡ് ഹൈവേ, എറണാകുളം ബൈപ്പാസ്, ഇത് രണ്ടും ഗതാഗതക്കുരുക്ക് മൂലം വീർപ്പുമുട്ടുന്ന കേരളത്തെ രക്ഷപ്പെടുത്തുവാനുള്ള രണ്ട് പദ്ധതികൾ. ഈ രണ്ട് പദ്ധതികളുടെയും GST വിഹിതവും റോയൽറ്റിയും ഒഴിവാക്കി പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞു. ഇതിലൂടെ 741 കോടി 35 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് നമ്മുടെ സംസ്ഥാനത്തിനുണ്ടാവുക. എന്നാൽ ഈ പദ്ധതിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളും യാഥാർത്ഥ്യമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിക്കുക മാത്രമല്ല, പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് വരെ ദേശീയപാത അതോറിറ്റിക്കൊപ്പം പൊതുമരാമത്ത് വകുപ്പും സംസ്ഥാന സർക്കാരും കൂടെ നിന്ന് ഇടപെടും. കാരണം ഇത് നാടിന്റെ ഏറ്റവും അത്യാവശ്യ പദ്ധതികളാണ്.